നമ്മൾ ഈ വീഡിയോയിൽ ചില സ്ട്രിംഗ് മെത്തേഡുകളും അതിൻ്റെ യൂസസും അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നുള്ളത് നോക്കാം. ആദ്യമായിട്ട് നമുക്കിപ്പോൾ ഒരു എസ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ നമ്മുടെ ഒരു സ്ട്രിംഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു സബ്സ്ട്രിങ് വേറൊരു വേരിയബിളിൽ ഉണ്ടെന്ന് വിചാരിക്കുക. സബ് എന്ന് പറയുന്ന വേരിയബിളിൽ വേറൊരു സബ്സ്ട്രിങ് ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഒരു ലോങ് സ്ട്രിങ് എസ് എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്, ഒരു ചെറിയ സ്ട്രിങ് സബ് എന്ന് പറയുന്ന വേരിയബിളിലുണ്ട്. എസ് ഡോട്ട് കൗണ്ട് സബ് സ്റ്റാർട്ട് എൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഈ സബ്സ്ട്രിങ് എസ് എന്ന് പറയുന്ന ആ മെയിൻ സ്ട്രിങ്ങിൽ ഈ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെയുള്ള ആ ലൊക്കേഷനിൽ എവിടെയൊക്കെ ഉണ്ട് അതിൻ്റെ കൗണ്ട് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമ്മൾ സ്റ്റാർട്ടും എൻഡും സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ എൻ്റെ സ്ട്രിങ്ങിൽ അത് സെർച്ച് ചെയ്തിട്ട് ആ സബ്സ്ട്രിങ് എവിടൊക്കെ വന്നിട്ടുണ്ടോ അതിൻ്റെ ടോട്ടൽ കൗണ്ട് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി എസ് ഡോട്ട് ഫൈൻഡ് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സബ്സ്ട്രിങ് ആദ്യം കാണുന്ന ആ സ്റ്റാർട്ട് മുതൽ എൻഡ് വരെയുള്ള ആ ഒരു ലൊക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് എവിടെയാണ് ആദ്യം കാണുന്നത് ആ പൊസിഷൻ എന്തായിരിക്കും റിട്ടേൺ ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ മനസ്സിലാവും. ഇനി നമ്മൾ എന്താ അടുത്ത് ചെയ്തേക്കുന്നത്, ഇനി എസ് ഡോട്ട് റീപ്ലേസ് ഓൾഡ് ന്യൂ കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ ഒരു ഓൾഡ് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ഓൾഡ് സബ്സ്ട്രിങ്ങിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഒരു ന്യൂ സബ്സ്ട്രിങ്ങിനെ വെക്കുകയും ചെയ്യും. ഓക്കെ ഓക്കെ ഇനി നമ്മൾ അത് എത്ര പ്രാവശ്യം വെക്കണമെന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അത് നമ്മൾ കൗണ്ട് സ്പെസിഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആദ്യം കാണുന്നിടത്ത് മാത്രമേ റീപ്ലേസ് ചെയ്യത്തുള്ളൂ. ഇനി നമ്മുടെ കയ്യിലൊരു സ്ട്രിങ് ഉണ്ട്, അത് ആൽഫബറ്റ് മാത്രമാണോ എന്ന് ചെക്ക് ചെയ്യാൻ എസ് ഡോട്ട് ഈസ് ആൽഫ എന്ന് നോക്കിയാൽ മതി. ആൽഫബറ്റ് മാത്രമാണ് എങ്കിൽ നമ്മുടെ റിട്ടേൺ വാല്യൂ ട്രൂ ആയിരിക്കും, അല്ലെങ്കിൽ റിട്ടേൺ വാല്യൂ ഫോൾസ് ആയിരിക്കും. ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട്, അത് ഡിജിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പം നമ്മൾ എസ് ഡോട്ട് ഈസ് ഡിജിറ്റ് എന്നുള്ള ഈ മെത്തഡോളജിയെ കോൾ ചെയ്താൽ മതി. ഇനി നമ്മുടെ കയ്യിൽ ഒരു സ്ട്രിങ് ഉണ്ട്, അതിനെ ലോവർ കേസിലോട്ട് മാറ്റണമെങ്കിൽ എസ് ഡോട്ട് ലോവർ എന്ന് കോൾ ചെയ്താൽ മതി. അതിനെ അപ്പർ കേസിലോട്ട് കോൾ ചെയ്യണമെങ്കിൽ മാറ്റണമെങ്കിൽ എസ് ഡോട്ട് അപ്പർ. നമുക്കൊരു എക്സാമ്പിൾ നോക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം മനസ്സിലാവും. നമ്മളപ്പോൾ ആദ്യം ഇത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഈ സ്ട്രിങ് എന്ന് പറയുന്ന ആ പാക്കേജിനെ നമ്മുടെ പ്രോഗ്രാമിലോട്ട് ഇമ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇമ്പോർട്ട് സ്ട്രിങ്. പിന്നെ ഇപ്പോൾ കൊലാബിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇമ്പോർട്ട് സ്ട്രിങ് കൊടുക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി നമുക്കത് കിട്ടും. ഇനി ഞാൻ എന്ത് ചെയ്തു, എസ് എന്ന് പറയുന്നതിനകത്തോട്ട് മലയാളം എന്ന് പറഞ്ഞൊരു സ്ട്രിങ് എടുത്തു വെച്ചു. STR1 എന്നതിനകത്തോട്ട് ഡബിൾ കോഡ്സിൽ ഞാൻ സ്ട്രിങ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് കൊടുത്തു. STR2 STR2 എന്ന് പറയുന്ന ഒരു കൊടുത്തു. ഇനി ഞാൻ ചോദിച്ചത് എസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മലയാളമാണല്ലോ. എസ് ഡോട്ട് ഫൈൻഡ് AL ആണ് എൻ്റെ സബ്സ്ട്രിങ്. ഈ AL എന്ന് പറയുന്നത് എസ് ഡോട്ട് മലയാളത്തിൽ എവിടെയൊക്കെ കാണുന്നെന്ന് നോക്കണം. ഇവിടെ നമ്മൾ സ്റ്റാർട്ടും എൻഡും പറയാത്തത് കൊണ്ട് എൻ്റെ സ്ട്രിങ് നോക്കിയിട്ട് കൗണ്ട് റിട്ടേൺ ചെയ്യുന്നത് നോക്കുക. എസ് ഡോട്ട് ഫൈൻഡ് AL എവിടെ കാണുന്നുണ്ട്? ഓക്കെ, ആദ്യം കാണുന്നിടത്തായിരിക്കും അത് റിട്ടേൺ ചെയ്യുന്നത്. AL ആദ്യം കാണുന്നത് എവിടെയാ? ഇവിടെ ഇങ്ങനെയാണ് റിട്ടേൺ ചെയ്തത്. സോ 1. ഓക്കെ, അതെങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ ഫൈൻഡ് എന്താ റിട്ടേൺ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഫൈൻഡ് റിട്ടേൺ ചെയ്യുന്നത് വെച്ചാൽ ഈ AL ആദ്യം കാണുന്ന പൊസിഷന്റെ ഇൻഡെക്സ്. അപ്പൊ ഇത് 0th പൊസിഷനിലെയും AL ഈ 1th പൊസിഷനിലാണ് കാണുന്നത്. ആ 1 ആണ് റിട്ടേൺ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പറഞ്ഞേക്കുന്നത് ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഫൈൻഡ് എന്താ ചെയ്യുന്നത്? ഫസ്റ്റ് ഒക്കറൻസ് ഓഫ് ദി സബ്സ്ട്രിങ് ഇൻ ദ പോർഷൻ ഓഫ് എസ് സ്റ്റാർട്ടിങ് ഫ്രം ഇവിടെ നമ്മൾ ഇനി അടുത്തതിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാർട്ടിങ് പൊസിഷൻ എടുത്തിട്ടുണ്ട്. എസ് ഡോട്ട് ഫൈൻഡ് AL2 മുതൽ അങ്ങോട്ടുള്ള പൊസിഷനിൽ എവിടെയാണ് AL റിട്ടേൺ ചെയ്ത് നോക്കുക. ഇത് 0 1 2 ദാറ്റ് ഈസ് ഇവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യുമ്പം നമുക്ക് AL കാണുന്നത് ഇവിടെ ഇങ്ങനെയാണ് കാണുന്നത്. അതിന്റെ പൊസിഷൻ എന്തുവാ? ഇത് 0 1 2 3 4 5 അല്ലേ? സോ ദ ആൻസർ ഈസ് 5. ഓക്കെ, ഇനി അടുത്ത ചോദിച്ചേക്കുന്നത് എസ് ഡോട്ട് ഫൈൻഡ് AL. ഈ മലയാളം എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ AL 2 മുതൽ 5 വരെയുള്ള പൊസിഷനിൽ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുന്നു. ഇല്ല എങ്കിൽ റിട്ടേൺ വാല്യൂ -1. 2 മുതൽ 5 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 0 1 2 ഇവിടെ വന്ന് 2 3 4 5. അപ്പൊ ലേയാന്നുള്ളിടത്ത് എങ്ങും AL വരുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് റിട്ടേൺ വാല്യൂ എന്തുമായിരിക്കും? -1 ആയിരിക്കും. കാണുമായിരുന്നെങ്കിൽ ആ കണ്ടിട്ട് ആ പൊസിഷന്റെ വാല്യൂ ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ കൗണ്ട് ആണ്. ഈ എസ് ഡോട്ട് കൗണ്ട് AL എത്ര പ്രാവശ്യം ഈ സ്ട്രിങ്ങിൽ ഉണ്ടെന്നുള്ളതാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ 2 പ്രാവശ്യം അല്ലേ AL ഉള്ളത്. സോ അത് 2.
ഓക്കെ, ഇനി എസ് ഡോട്ട് കൗണ്ട് AL2 2 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പൊസിഷൻ, ദാറ്റ് ഈസ് 0 1 2. ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പം ലയാളം എന്നുള്ളിടത്ത് ആകെ AL ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ. സോ റിട്ടേൺ വാല്യൂ ഈസ് 1. ഓക്കെ, ഇനി നമ്മൾക്ക് എന്തുവാ, കൗണ്ട് AL 2,5 2,5യുടെ ഇടയിൽ ഒരു ALഉം ഇല്ല. അതുകൊണ്ട് നമ്മുടെ റിട്ടേൺ വാല്യൂ എന്തുമായിരിക്കും, 0 ആയിരിക്കും. കൗണ്ട് ഇല്ലല്ലോ, അതുകൊണ്ട് റിട്ടേൺ വാല്യൂ 0 ആയിരിക്കും. കൗണ്ട് ഇല്ലാത്തത് കൊണ്ട് 0 ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. ഇനി നമ്മൾക്ക് എന്താ ചെയ്തേക്കുന്നത്, എസ് എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ LA റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്താക്കുക, PQ ആക്കുക. എസ് എന്ന് പറയുന്ന സ്ട്രിങ് മലയാളത്തിനകത്ത് എവിടൊക്കെ LA കാണുന്ന അതിനെ റീപ്ലേസ് ചെയ്ത് എന്താക്കുക, PQ ആക്കുക. സോ ദ റിസൾട്ട് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ഇനി അടുത്ത പറഞ്ഞേക്കുന്നത് എങ്ങനെയാ, അടുത്ത നമുക്ക് റീപ്ലേസ് ഓൾഡ് ന്യൂ. ഇനി ഒരു കൗണ്ട് കൊടുക്കാം. കൗണ്ട് എന്ന് കൊടുത്ത് കൗണ്ട് ഓപ്ഷണൽ ആർഗ്യുമെന്റ് ആണ് കൗണ്ട്. ഓൺലി ദ ഫസ്റ്റ് കൗണ്ട് അക്കറൻസ് ആർ റീപ്ലേസ്ഡ്. നമ്മൾ കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പ്രാവശ്യം റീപ്ലേസ് ചെയ്യും. ഓപ്ഷണൽ ആർഗ്യുമെന്റ് കൗണ്ട് ഗിവൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്ന് നോക്കാം. ഉദാഹരണമായിട്ട് ഞാൻ എസ് ഡോട്ട് റീപ്ലേസ് LA_PQ1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ LA ആദ്യം കാണുന്നിടത്ത് മാത്രം LA റീപ്ലേസ് ചെയ്തിട്ട് എന്താക്കുന്നു, PQ ആക്കുന്നു. ആദ്യം കാണുന്നിടത്ത് മാത്രമേ LA റീപ്ലേസ് ചെയ്ത് PQ ആക്കുന്നുള്ളൂ. നമ്മൾ കൗണ്ട് കൊടുത്തില്ലെങ്കിൽ എല്ലായിടത്തും അത് റീപ്ലേസ്ഡ് ആവും. ഇനി STR1 ഈസ് ആൽഫബറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. യെസ്, ആൽഫബറ്റ് ആണ്. സോ റിട്ടേൺ വാല്യൂ ട്രൂ ആണ്. ഓക്കെ, STR2 ഈസ് ആൽഫബറ്റ് ആണോ? അല്ല. STR2ൽ ഒരു നമ്പറും കൂടി കിടപ്പുണ്ട്. STR കഴിഞ്ഞിട്ട് ഒരു നമ്പറും കൂടി കിടപ്പുണ്ട്. അതുകൊണ്ട് അത് ആൽഫബറ്റ് അല്ല, അത് റിട്ടേൺ ഫോൾസ് ആണ്. ഇനി STR1നെ അപ്പർ കേസ് ആവാൻ STR1 ഡോട്ട് അപ്പർ എന്ന് കോൾ ചെയ്തപ്പോൾ ഓക്കെ, ഈ സ്ട്രിങ് എന്ന് പറയുന്നത് അപ്പർ കേസിൽ വന്നു. ഓക്കെ, സോ വി വിൽ ഡിസ്കസ് ദ സ്ട്രിംഗ് പ്രോഗ്രാംസ് അടുത്ത വീഡിയോയിൽ. ഓക്കെ.